ഹലോ 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 ടെസ്റ്റിംഗ്. ഹലോ 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 ഹലോ. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സഹൃദയ സുഹൃത്തുക്കളെ, 2026 വർഷത്തിൻ്റെ ഈ ഭൂമുഖവാദികൾ ബ്രിസ്ബൻ നസ്രാണി സിസ്റ്റേഴ്സ് കൊളക്ഷൻസ് തങ്ങളുടെ ഏറ്റവും പുതിയ കലാരൂപവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചവരായ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ഈ ആധുനിക ലോകത്തിലെ ഒരു വിവാഹ ചടങ്ങിന്റെ തലേന്ന് മധുരം വയ്പ്പിനായി കാനായിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇതൊരു സാങ്കല്പിക കഥയാണ്. ആസ്വദിച്ചാലും ആശീർവദിച്ചാലും ബ്രിസ്ബൻ നസ്രാണി സിസ്റ്റേഴ്സ് കൊളക്ഷന്റെ 4ാം നാടകം കാനായിലെ മധുരം വയ്പ്പ്. കൊച്ചിൻ്റെ കല്യാണവുമായി. ദൈവമേ സ്തോത്രം. വിരുന്നുകാരെല്ലാം വരാറായി. കാര്യങ്ങളെല്ലാം എവിടം വരെ ആയോ ആവോ? മാർത്തി, ഇന്നത്തെയും നാളത്തെയും ഭക്ഷണകാര്യങ്ങളൊക്കെ റെഡിയല്ലേ? അത് ശരി, ഇത്രയും സമയം ഞാൻ ഈ നെട്ടോട്ട് ഓടുന്നതൊന്നും കണ്ടില്ലേ? മാർത്തി, നിനക്കറിയാമല്ലോ, കുക്കിങ്ങും ഞാനും തീരെ ചേരില്ല. അത് പിന്നെ എൻ്റെ പൊന്നുമേരിയെ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? എൻ്റെ മാർത്തി, അത് പ്രത്യേകം പറയണോ? അതല്ലേ ഞാൻ എന്നും ചെയ്യുന്നത്. മേരി, നിനക്കറിയാമോ, പട്ടണത്തിലെ എല്ലാ VIPസും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മയും. അത് ഞാനും കേട്ടു, യേശുവും വരുന്നുണ്ടെന്ന്. ദാ തുടങ്ങി. ഇനിയും അത് പറഞ്ഞു വേണം ഇവിടെ നിന്ന് മുങ്ങാൻ. എൻ്റെ പൊന്നു മാർത്തെ, യേശു വന്നു കഴിയുമ്പോൾ നീ എന്നെ തീരെ പ്രതീക്ഷിക്കരുത്. ഞാൻ ബിസി ആയിരിക്കും. എനിക്ക് കുറേ കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. അയ്യോ, നിങ്ങൾ ഇപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുവാണോ? വിരുന്നുകാരെല്ലാം എത്തി തുടങ്ങി. അവർക്ക് കുടിക്കാനൊക്കെ വല്ലതും എടുക്ക്. ഹലോ ഹലോ ഹലോ, ഞാൻ ലേറ്റ് ആയില്ലല്ലേ? ഇല്ല അന, എല്ലാരും വരുന്നതേ ഉള്ളു. സാമ്യലിനെ കണ്ടില്ലല്ലോ. ഓ, ഒന്നും പറയണ്ട. അവരെ നോക്കിയിരുന്നിരുന്ന അവസാനം ഒമ്പർ വിളിക്കേണ്ടി വന്നു. പിള്ളേരല്ലേ, സാരമില്ല. എന്തൊക്കെയുണ്ടോ അവന്റെ വിശേഷങ്ങൾ? ഓ, നിനക്കറിയാമല്ലോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാണ് സാമുവൽ. അതുകൊണ്ട് ഞാൻ അവനെ ദൈവത്തിൽ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിരുന്നാരൊക്കെ എത്തുന്നേ ഉള്ളു. ഇരിക്കെ കേട്ടോ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഹലോ, നിങ്ങൾ എത്തിയോ? ആ ആ ഞാൻ ഒരാളെ അങ്ങോട്ട് വിട്ടേക്കാമേ. മേരി, നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നീ പോയി ആ ലോകത്തിന്റെ ഭാര്യ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാമോ? പിന്നെന്താ, ഞാൻ പോയി കൊണ്ടുവരാലോ. രക്ഷപ്പെട്ടു. മാർത്തേ, കാര്യങ്ങൾക്കൊക്കെ അല്ലേ? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണേ. വന്നല്ലോ വനമാല. ഓ, ഹലോ മിസ്സസ് ലോത്ത്, വെൽക്കം. ഹൗ ആർ യു? ഓ, എന്തോ പറയാനാ. നന്ദിയുണ്ട് മാർത്ത. സാധനം കയ്യിൽ ഉണ്ടോ? ജ്യൂസ് കുടിക്കാനുള്ള സാധനം കയ്യിലുണ്ട്. എവിടെ? ദേ ഇവിടെ, ഷോൾഡറിൽ.
ഓ, ഈ നാട്ടിലെ ഏറ്റവും മികച്ച അമ്മായിമ്മയും മരുമകളും എത്തിയല്ലോ. ഹലോ നയോമി, ഹലോ രൂത്ത്. രണ്ടുപേരും അങ്ങ് തിളങ്ങി നിൽക്കുവാന്നല്ലോ. ഈ പ്രാവശ്യത്തെ MMBS എക്സാമിൽ അങ്ങ് തകർത്തല്ലോ രണ്ടുപേരും. ഓ, എനിക്ക് വയ്യ. ഈ റൂത്ത് ബോസ് എന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ടേ. ബോസ് വരുന്നുണ്ടോ? ഓ ഇല്ലെന്നേ, ബോസ് നല്ല തിരക്കിലാണ്. നാളെ തീർച്ചയായും വരും. നിങ്ങൾ ഇരിക്കു കേട്ടോ. യേശുവിന്റെ അമ്മ വന്നല്ലോ. ആ മേരി, കേറി വരൂ. നിങ്ങൾ വന്നത് എനിക്ക് വളരെ സന്തോഷമായി. യേശുവിനെ കണ്ടില്ലല്ലോ. നമ്മുടെ റിബേക്കമ്മോളുടെ മധുരവെപ്പിന് ഞാൻ എങ്ങനെ വരാതിരിക്കും? യേശു നാളെ കല്യാണത്തിന് ഉറപ്പായും വരും. ഒരു പിടി കിട്ടുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ഷോ ഒന്ന് മാറ്റാവോ? ഒരു ആപ്പിൾ ജ്യൂസ് എടുക്കട്ടെ? അതോ ഫ്രഷ് ആപ്പിൾ വേണോ? അയ്യോ, ഓർമ്മിക്കല്ലേ കൊന്നേ. അവ ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. സാരമില്ല. അതെ അതെ, അതിന്റെ ഫലമാണല്ലോ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഓ, വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്നലെ വരെ കുട്ടിയോട് പിട്ടോടെ നടന്ന കുട്ടിയാണ് ഇന്ന് മണവാട്ടിയായിരിക്കുന്നത്. അതും ഇരിക്കട്ടെ, ഇവളുടെ ചെക്കൻ എന്താ ജോലി? അവൻ ബ്രിസ്ബെയിനിലാണ്. പള്ളിയിലൊക്കെ പോകുന്ന പയ്യനാണോ? അവൻ അവിടുത്തെ SGIC പള്ളിയിലെ മെമ്പറാണ്. ഓ, യു മീൻ ആ 7.5 ഏക്കർ പള്ളി. അപ്പൊ അവൻ കാര്യമായിട്ട് വല്ലതൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അവര് വളരെ നല്ല സോഷ്യൽ അവയർനെസ് ഉള്ള ആൾക്കാരാണ്. നീ ഇതൊക്കെ ഓർത്ത് ബേജാറുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ആരാ ഒരുക്കിയത്? റെസ്റ്റോറാൻറ്റിൽ ഏർപ്പാടാക്കിയതാ. നമുക്ക് ഇന്നത്തെ ചടങ്ങുകൾ അധികം താമസിക്കാതെ ആരംഭിക്കാം. ക്വീൻ എസ്റ്ററിന് മൊർദെഖായി അങ്കിളുമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് കാനായിൽ ഒത്തുചേർന്നിരിക്കുന്നത് റബേക്ക മോളുടെ മധുരം വെപ്പ് ചടങ്ങിനാണ്. ഇന്നത്തെ സന്ധ്യ മധുരം വെപ്പോടെ ആരംഭിക്കുക. ഇതിന് ഇരട്ടി മധുരം നൽകാൻ വധുവിന്റെ അമ്മയും എത്രയും ബഹുമാനപ്പെട്ട എസ്തർ രാജ്ഞിയെ മുമ്പോട്ട് കടന്നു വരാൻ അഭ്യർത്ഥിക്കുന്നു. മധുരം കൊടുക്കട്ടെ? കേട്ടില്ല കേട്ടില്ല കേട്ടില്ലന്നേ, അമ്മ പറഞ്ഞത് കേട്ടില്ലന്നേ. മധുരം കൊടുക്കട്ടെ? കേട്ടില്ല കേട്ടില്ല കേട്ടില്ലന്നേ, അമ്മ പറഞ്ഞത് കേട്ടില്ലന്നേ. മണവാട്ടിക്ക് മധുരം കൊടുക്കട്ടെ? കേട്ടല്ലോ 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 നേ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ നേ. അടുത്തതായിട്ട് ഈ സന്ധ്യയ്ക്ക് നിറം പകരാൻ നമ്മുടെ കലാകാരികളെ നൃത്തവിരുന്നിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Скандал,
മേയ്ക്കണീതാ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേരെ പിടിത്തരണ്ടും കൈയും നെയ്യും എന്നേക്കും വാഴ്കവേ തേരെ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിനെ തേരെ വഴിപ്പുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേരെ കഴിയുകാലം വന്നടുത്തു അടയുന്ന മക്കളെ തേരെ കഴിയായി വന്നം കാത്തരുവാൻ കഴിയും യേശുവ മാർത്തോമൻ. മൂവിങ് ഓൺ. വധുവിന്റെ അമ്മയെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രത്യേക അവസരത്തിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസും അറിവും ഷെയർ ചെയ്ത് എൻ്റെ മകളെ അനുഗ്രഹിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മോളെ റെബേക്ക, നിന്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും നിന്റെ കുടുംബത്തിന് മൂലക്കല്ലുമായിരിക്കട്ടെ. ലൗകികമായ സുഖത്തിൽ മുഴുകാതെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായിരിക്കുക. ചില സമയങ്ങളിൽ നൈമിഷികമായ മാനുഷ്യ സുഖങ്ങളെ ത്യജിക്കേണ്ടതായി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകളോട് ദൈവത്തിൽ അതെ അവരിൽ മാത്രം വിശ്വസിക്കുക. നീ ഒരു നാളും പരാജയപ്പെടുകയില്ല. മകളെ റബേക്ക, ഞാൻ ഹന്ന. നിനക്കറിയാവുന്നതുപോലെ ലോകത്തിലുള്ള എല്ലാവരും എന്നെ മച്ചി എന്ന് വിളിച്ചു. പക്ഷേ ഞാൻ എൻ്റെ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. എൻ്റെ ദൈവത്തിൽ സർവ്വവും വിശ്വസിച്ച് അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം തക്ക സമയത്ത് ഉത്തരം ഫലം തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ, നിരാശപ്പെടാതെ നിരന്തരമായി ദൈവത്തിൽ സമർപ്പിക്കുക. നമ്മുടെ ദൈവം അതിൻ്റെതായ സമയത്ത് അത്ഭുതകരമായ അനുഗ്രഹങ്ങളുമായി നിന്റെ ഒപ്പമുണ്ടാകും. മകളെ, ഞാൻ നവമി. നീ എൻ്റെ കഥ അറിയുന്നുവല്ലോ. എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ ഭർത്താവിനെയും മക്കളെയും നഷ്ടമായപ്പോൾ സർവശക്തൻ എന്നോട് കഠിനമായി പെരുമാറി എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ദൈവം എൻ്റെ മരുമകൾ റൂത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ദൈവത്തിൽ റൂത്ത് വിശ്വസിച്ചപ്പോൾ എനിക്കും അവൾക്കും ബേഥലഹേമിലൂടെ ഒരു പുതിയ തുടക്കമുണ്ടായി. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിൽ അസാധ്യം ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട റബേക്ക, ഏഷ്യാ പ്രവാചകൻ 54:5 പറയുന്നു, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. വിശുദ്ധ പൗലോസ് സഭയെ ദൈവത്തിൻ്റെ വധുവായി വിഭാവനം ചെയ്യുന്നു. തിരുബലി എന്ന സ്നേഹത്തിലൂടെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല വിശ്വാസി ക്രൈസ്തവ ഗുണങ്ങളായ സ്നേഹം, വിശ്വാസം, സമർപ്പണം, വിശ്വസ്തത തുടങ്ങിയ ഗുണങ്ങളോടെ കർത്താവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരുമയോടെ കർത്താവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കണം. ഈ മധുരംവെപ്പ് ചടങ്ങിൽ എൻ്റെ മകളുടെ മനോഹരമായ വിവാഹ ജീവിതത്തിനായി നൽകിയ എല്ലാ മെസ്സേജസിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. It really means a lot to her.